നിശാഗന്ധിയാണ്, പകലില്ല. ഈ വാക്കുകളുടെയൊക്കെ ഒരു ഔചിത്യമുണ്ടല്ലോ. നിശാഗന്ധി എന്നാണല്ല, സൂര്യകാന്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിശാഗന്ധിയാണ്. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ പാട്ടിലൂടെ കഥ മുഴുവനായി. ഇങ്ങനെ എത്രയെത്ര പാട്ടുകളിൽ ഒരു പെണ്ണിൻ്റെ കഥ എന്നുള്ള സിനിമയിലെ 2 പാട്ടുകൾ കേട്ടാൽ നമുക്ക് കഥ മുഴുവനായി. ആദ്യം പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. പിന്നെയോ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി വളർന്നു വന്ന് ഇയാൾക്ക് സൂര്യഗ്രഹണം ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് മനസ്സിലാവുകയാണ്. നീ പണ്ട് നോവിച്ച കരുനാഗൻ നിന്റെ പിന്നാലെ വരുന്നു എന്നൊക്കെ ആ പാട്ടിൽ പറയുന്നുണ്ട്. ഈ 2 പാട്ടുകളിലൂടെ ഒരു പെണ്ണിൻ്റെ കഥ നമ്മുടെ മുമ്പിൽ അനാവൃതമാവുകയാണ്. 2 പാട്ടുകളിലൂടെ. അശ്വമേധം എന്നുള്ള സിനിമ, 2 പാട്ടുകൾ കൊണ്ട് നമുക്ക് ആ പടം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റും. അശ്വമേധത്തിൽ എന്താണ്? 7 സുന്ദര രാത്രികൾ പാടുന്ന സരോജം, അതിസുന്ദരിയായ സരോജം. അവളെ തയ്ക്കുന്നുണ്ട്, നിലാവിനെ കാണുന്നുണ്ട്. 7 രാത്രികൾ കഴിയുമ്പോൾ കല്യാണം കഴിക്കാൻ സുന്ദരനായിട്ടുള്ള ആൾ വരും. അതുകൊണ്ടാണ് രാത്രി ഏകാന്ത സുന്ദരമായത്. കാരണം ഏകാന്തത സുന്ദരമല്ല പലപ്പോഴും, പക്ഷേ അവൾക്ക് ഏകാന്ത സുന്ദരമാണ്. കാരണം വിവാഹപൂർവ്വ രാത്രികൾ, വികാര തരളിത രാത്രികൾ. അതുകൊണ്ടാണ് 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികളായത്. അങ്ങനെ പാടിയിരുന്നവൾക്ക് കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെടുകയാണ്. കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെട്ട് സാനിറ്റോറിയത്തിൽ ലെപ്രസി ഹോസ്പിറ്റലിലായി. ലെപ്രസി ഹോസ്പിറ്റലിൽ ജീവിതം നഷ്ടപ്പെട്ട് മനസ്സിൽ സ്വപ്നം എന്നൊരു കള്ളനാണയം ഇട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവിടെ. അവർ പറഞ്ഞു പുതിയ ആളോട് പാടാൻ പറയുകയാണ്. അപ്പോൾ പാടുന്ന പാട്ടിൻ്റെ മീറ്റർ എന്താണ്? വളരെ നീണ്ട ഒരു മീറ്ററാണ്. 7 സുന്ദര രാത്രികളെന്ന് പറയുന്ന ഇത്രയുള്ളൊരു മീറ്റർ അല്ല. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി എന്ന് പറയുമ്പോൾ ആ മൊണോട്ടണി, ആ ഒരു അസ്വാതന്ത്ര്യം മുഴുവൻ നമുക്കവിടെ വന്നുവല്ലോ. മാത്രമല്ല, ഈ സാനിറ്റോറിയം മാത്രമല്ല കാരാഗ്രഹമാണ് ഭൂമി. കാരണം കുഷ്ഠരോഗി പുറത്തിറങ്ങിയാലും കല്ലെറിയും. അപ്പോൾ കറുത്ത ചക്രവാളം തന്നെ മതിൽ കെട്ടിയിരിക്കുകയാണ്. ചക്രവാള മതിൽ കൊണ്ട് ചൂഴ്ന്നു കിടക്കുന്ന കാരാഗ്രഹമാണ് ഈ ഭൂമി തന്നെ. ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടണം, മരണമല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ അതിനകത്ത് പറയും എന്താണ്? പൂജക്കെടുക്കാതെ പുഴുകുത്തി നിൽക്കും ഈ പൂക്കളെ നിങ്ങൾ മറന്നു. നിങ്ങൾക്ക് അവിടെയെല്ലാം ചായങ്ങളൊക്കെ പുരട്ടിയപ്പോൾ ഇവിടെ ഈ കറുത്ത ചായ മുക്കി എന്തിന്? 2 ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളെ മാത്രം കറുത്ത ചായ മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു? ആ കഥയുടെ മർമ്മം അതിനകത്ത് തുടിക്കുന്നില്ലേ? കഥയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിങ്ങൾ അറിയുന്നില്ലേ? തലേ ദിവസം വരെ, ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കല്യാണത്തിന് 7 സുന്ദര രാത്രികളെന്ന് പാടിയിരുന്നവൾ കുഷ്ഠരോഗിയാണ് എന്നറിയപ്പെടുന്നതോടുകൂടി ഞങ്ങളെ മാത്രം കറുത്ത ചായ നോക്കി എന്തിനേയും മണ്ണിൽ വരച്ചു. പൂജയ്ക്കെടുക്കാതെ പുഴുകുത്തി വീഴുമേ പൂക്കളെ നിങ്ങൾ മറന്നോ എന്ന് വസന്തത്തോടൊക്കെ ചോദിക്കുന്ന ഒരു കഥാനായിക അവതരിപ്പിക്കുമ്പോൾ പിന്നെ ഡയറക്ടർക്ക് എന്താണ് ജോലി? ഇത് ആവിഷ്കരിച്ചാൽ മാത്രം മതി. അങ്ങനെ പാട്ട് എന്നത് കഥാഖ്യാനത്തിൻ്റെ അവിഭാജ്യ ഘടകവും അതിനെ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും അതിന് വൈകാരികമായിട്ടുള്ള വികാര വായ്പ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാക്കി വയലാറിൻ്റെ കയ്യിൽ മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പറഞ്ഞു പോയാൽ എന്തിന്